അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കോൺഫറൻസ് വേവ്സിന്റെ ഒരു ഔട്ട് ഓഫ് സ്റ്റുഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോഴുള്ളത് സമ്മേളന നഗരിക്കടുത്തുള്ള മുണ്ടുപറമ്പിലെ ഹിം ഓഡിറ്റോറിയത്തിലാണ്. ഇവിടെ ഒരു വളണ്ടിയേഴ്സ് മീറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇത്രയും ആയിരങ്ങൾ സംഗമിക്കുന്ന ഒരു സമ്മേളനത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി നടത്തേണ്ടതുണ്ട്, സജ്ജമാക്കി വെക്കേണ്ടതുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആളുകൾക്ക് യാതൊരു പ്രയാസവുമില്ലാതെ, പൊതുജനങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ലാതെ ഇത്തരം ഒരു വലിയ സമ്മേളനം നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യമാണ്. ഈ ശ്രമകരമായ ദൗത്യത്തെ വളരെ സരളമായിട്ട് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ വളണ്ടിയേഴ്സ് വിങ് ആണ്. വളരെ വ്യവസ്ഥാപിതമായ രൂപത്തിൽ, വളരെ പ്ലാനിങ്ങോടുകൂടെ സയന്റിഫിക് ആയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടാണ് വളണ്ടിയേഴ്സ് ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും, ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള വിങ്ങുകൾ, അവർ വിങ് തിരിഞ്ഞിരുന്ന് ചർച്ചകൾ നടത്തുന്നുണ്ട്. 20ഓളം ഡിപ്പാർട്ട്മെന്റുകളാണ് ഈ പ്രാവശ്യത്തെ വോളണ്ടിയേഴ്സ് വിങ്ങിലുള്ളത്. വ്യത്യസ്ത ഏരിയകൾ, ട്രാഫിക് മുതൽ ഫുഡ് മുതൽ അക്കോമഡേഷൻ മുതൽ സ്റ്റേജ് മുതൽ വ്യത്യസ്തമായിട്ടുള്ള ഏരിയകൾ ഇവിടെ കവർ ചെയ്യാൻ വളണ്ടിയേഴ്സ് ഉണ്ട്, സജ്ജമായിട്ടുള്ള വളണ്ടിയേഴ്സ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ പോകുന്നത് ഈ വളണ്ടിയേഴ്സ് വിങ്ങിന്റെ ഹെഡ് ആയിട്ടുള്ള ജംഷീർ സൊലാഹിയിലേക്കും അതുപോലെ തന്നെ റഫീഖ് അലി ഇരുവേറ്റിയിലേക്കുമാണ്. നമുക്ക് അവരോട് ചോദിച്ചറിയാം ഇപ്രാവശ്യത്തെ യൂത്ത് കോൺഫറൻസിന് പ്രത്യേകമായിട്ട് എന്തൊക്കെയാണ് വോളണ്ടിയേഴ്സ് വിഭാഗം ചെയ്യുന്നത് എന്ന് അറിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കറിയാം, യൂത്ത് കോൺഫറൻസ് സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിന്റെ ഒരു സുഗമമായ നടത്തിപ്പ് എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. എങ്ങനെയാണ് നമ്മൾ യാതൊരു പ്രയാസവും ഇല്ലാതെ ഈ ഒരു പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് ഇപ്രാവശ്യത്തെ വളണ്ടിയർ വിങ് ചെയ്യുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്കറിയാം, പിന്നെ ഒരു സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിൻ്റെ പാർട്ട് ഇതിൻ്റെ വളണ്ടിയേഴ്സാണ്. അപ്പോൾ പ്രാവശ്യം നമ്മൾ നേരത്തെ ജില്ലകളിൽ വളണ്ടിയേഴ്സിൻ്റെ പ്രീമീറ്റ് ജില്ലകൾ കേന്ദ്രീകരിച്ച് നേരത്തെ നടത്തി. അതോടൊപ്പം ജില്ല കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ജില്ലകളിൽ കൺവീനർമാരെ നിശ്ചയിച്ച് കൺവീനർമാർക്ക് മാത്രം നമ്മൾ ഓൺലൈനിൽ അതിൻ്റെ 2-3 ഘട്ടങ്ങളിലായി അവരുടെ കമ്മ്യൂണിക്കേഷനും ട്രെയിനിങ്ങും നടത്തി. അത് കഴിഞ്ഞ് ഓരോ ജില്ലകളിലും നമ്മൾ വ്യത്യസ്ത വകുപ്പുകൾ തിരിച്ച് അതിന് സബ് ലീഡർമാരെയും അതിൻ്റെ കീഴിൽ ആളുകളെയും നിശ്ചയിച്ചു. അങ്ങനെ വകുപ്പടിസ്ഥാനത്തിലുള്ള ട്രെയിനിങ്ങും നമ്മൾ ജില്ലകളിൽ എന്ത് ചെയ്തു, നേരത്തെ നൽകി. അതിൻ്റെയൊക്കെ ഒരു പരിസമാപ്തിയായിട്ടാണ് ഇന്ന് നമ്മൾ ഈ വളണ്ടിയേഴ്സ് മീറ്റ് ഇവിടെ വെന്യൂവിൽ വിളിച്ചു ചേർത്തിട്ടുള്ളത്. അതായത് കേവലം ഒരു വളണ്ടിയേഴ്സ് മീറ്റ് ഇന്ന് നടത്തുക എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് പ്രീ പ്ലാനിങ്ങുകൾക്ക് ശേഷം അതിൻ്റെ ഒരു പരിസമാപ്തി എന്നോണമാണ് ഒരു വളണ്ടിയേഴ്സ് മീറ്റ് ഇന്നിവിടെ നടക്കുന്നതാണ് നമ്മോട് പറഞ്ഞത്. നമ്മൾ അറിഞ്ഞത് ഒരു 20ഓളം ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്, വ്യത്യസ്തമായിട്ടുള്ള ഏരിയകൾ കവർ ചെയ്യുന്നത്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്? പ്രധാനമായിട്ടും ട്രാഫിക് തന്നെയാണ്. ട്രാഫിക് എന്ന് പറഞ്ഞാൽ മലപ്പുറം നഗരത്തെ ഒരു നിലക്കും ഒരു ജാമാവാൻ പാടില്ല. ആ രൂപത്തിൽ ഒരു 100-400 വളണ്ടിയേഴ്സിനെ നമ്മൾ സംവിധാനിച്ചിട്ടുണ്ട്. ബസ്സുകളൊക്കെ നിർത്താനും കാറുകൾ പാർക്ക് ചെയ്യാനും വിവിധങ്ങളായ സ്ഥലങ്ങളാണ്. ഒരു 6 കിലോമീറ്റർ അപ്പുറത്ത് വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ അതായത് നമ്മൾ ആഴ്ചകൾക്ക് മുന്നേ നമ്മളെ ടീം എന്ത് ചെയ്തിട്ടുണ്ട്, അതിലെ പ്ലാന് പദ്ധതിയുമായി ഒരുക്കാൻ വേണ്ടിയുള്ള ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്ത് മലപ്പുറം നഗരത്തിലെ വിവിധ സ്ഥലങ്ങൾ അതിന് വേണ്ട വെന്യൂ പ്ലാന്, വരുന്നവർ പോകുന്നത് എല്ലാ പ്ലാനും അവരെന്ത് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ട്രാഫിക് എന്നുള്ളത് നമുക്കറിയാം ഒരു പ്രോഗ്രാംസിനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകമാണ്. പ്രത്യേകിച്ച് ആയിരങ്ങൾ സമ്മേളിക്കുന്ന ഇത്തരമൊരു പ്രോഗ്രാമിൽ കേവലം ഒരു വണ്ടി മതി, ഒരു ബസ് മതി മൊത്തം ഈ മലപ്പുറം നഗരത്തെ തന്നെ ട്രാഫിക് ബ്ലോക്കിൽ ജാമാക്കാൻ. എന്നാൽ നമ്മുടെ വളണ്ടിയേഴ്സ് വിങ് അതിന് സുസജ്ജമാണ്. വ്യത്യസ്തമായിട്ടുള്ള പോയിന്റുകളിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള പോയിന്റുകൾ ഉണ്ടല്ലേ? അതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇനി ഈ സമ്മേളനത്തിലേക്ക് വരുന്ന പ്രതിനിധികൾ കൂടി എന്ത് ചെയ്യണം, ഈ നിർദ്ദേശങ്ങൾ തീർച്ചയായും ഇത് ശരിക്കും മനസ്സിലാക്കി എന്താണോ നമ്മളെ താല്പര്യത്തിൻ്റെ അപ്പുറം ഇവിടെ കൃത്യമായ പ്ലാൻ ഉണ്ടെന്ന് എന്ത് ചെയ്യണം, സമ്മേളനത്തിലേക്ക് വരുന്ന ആളുകളൊക്കെ മനസ്സിലാക്കണം. അതിനനുസരിച്ച് ഈ വളണ്ടിയേഴ്സ് നൽകുന്ന നിർദ്ദേശത്തിനും പിന്നെ ഗൈഡൻസിനും അനുസരിച്ച് വണ്ടി മൂവ് ചെയ്യുകയും ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്താൽ സ്മൂത്തായി നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയും. അതെ, നമ്മൾ എത്ര തന്നെ പ്ലാൻ ചെയ്താലും ഓക്കെ നമുക്ക് അദ്ദേഹത്തിലേക്ക് ജോയിൻ ചെയ്യാം. പിന്നെ നമ്മുടെ സമ്മേളനം അതിൻ്റെ പ്രീ വർക്കായിട്ട് വളണ്ടിയേഴ്സിൻ്റെ മീറ്റാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇത് കഴിഞ്ഞ ഉടനെ എല്ലാവരും ഫീൽഡിലേക്ക് ഇറങ്ങുകയാണ്. ഇവരുടെ കൂടെ തന്നെ വരുന്ന എല്ലാ പ്രതിനിധികളും നന്നായി സഹകരിക്കുമ്പോൾ നമ്മുടെ സമ്മേളനം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്.
അതിനെയാണ് നമുക്ക് പ്രതിനിധികളോടും പറയാനുള്ളത്. നമ്മളിവിടെ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഒരുപാട് പ്ലാനുകൾ ചെയ്യുന്നുണ്ട്. പ്രതിനിധികൾ കൂടെ ആ ഒരു കാര്യം വളരെ പിന്നെ ഗൗരവത്തോടെ എടുക്കണം എന്നാണ് പറയാനുള്ളത്. ഒരു വണ്ടി മതി, അത് പാർക്കിംഗ് നിശ്ചയിച്ച പാർക്കിംഗ് ലോട്ട് മാറി പാർക്ക് ചെയ്താൽ ഒരുപക്ഷെ ബാക്കിയുള്ള ആളുകൾക്ക് മണിക്കൂറുകൾ നഷ്ടപ്പെടാൻ അത് മതിയാവും. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ റിലീസ് ചെയ്തിരുന്നു, എവിടെ ഓരോ സ്ഥലത്ത് നിന്ന് വരുന്നവരും എവിടെ ഇറങ്ങണം എന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെ പിന്നെ ഈ സമ്മേളന നഗരിക്ക് എത്തിച്ചേരാം എന്നൊക്കെയുള്ളത്. അതൊക്കെ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് പാർക്കിംഗ് ടീമിന്റെ ട്രാഫിക് ടീമിന്റെ നിർദ്ദേശങ്ങൾ വളരെ കണിശമായിട്ട് തന്നെ ഫോളോ ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാനെന്ന് അറിയിക്കുന്നു. ഇൻഷാ അല്ലാ നമുക്ക് പ്രതീക്ഷിക്കാം യാതൊരു ട്രാഫിക് ബ്ലോക്കുകളും ഇല്ലാതെ യാതൊരു പ്രയാസങ്ങളും ഇല്ലാതെ ഈ ഒരു സമ്മേളനം മാതൃകാപരമായിക്കൊണ്ട് തന്നെ ഈ അതെ ഷബീസുലായി എല്ലാവരും ഉണ്ട്. ഒരുപാട് വളരെ ശക്തമായിട്ടുള്ളൊരു വിങ് തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാം യാതൊരു പ്രയാസവും ഇല്ലാതെ ഇപ്രാവശ്യത്തെ വളണ്ടിയറിംഗ് മുന്നോട്ട് പോകുമെന്നുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.